നേരെ വെളുക്കുമ്പോ ഒരു ഫോണുമായിട്ട് ഏതേലും ഒരു മൂലയെ വന്നങ്ങ് ഇരുന്നോളും. ഷോ എന്തോ നാടാ ഇത്. ഇതല്ലാതെ വേറെ ഒരു ജോലിയില്ല. എന്നിട്ട് ഈ പത്രമൊക്കെ ഈ വീട്ടിൽ വരുത്തുന്നതേ എനിക്ക് മാത്രം വായിക്കാനല്ല, നിങ്ങൾക്ക് കൂടെ ഒക്കെ വേണമെങ്കിൽ ഒന്ന് വായിക്കാം എടുത്തു വെച്ച്. ഞാനും ഇടയ്ക്ക് പത്രം ഉപയോഗിക്കാറുണ്ട്. വിരിച്ചു കിടക്കാനോ? അല്ലല്ല, വായിക്കാൻ വേണ്ടി തന്നെ. ആണോ? അയ്യോ എടാ കൊച്ചനെ, നീ അത് താഴെ വെച്ച് പത്രമൊക്കെ വായിക്കേ, എന്നെങ്കിലേ അക്ഷരങ്ങളുമായിട്ടൊക്കെ ഒരു ബന്ധം വരത്തുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അമ്മ വാർത്ത അറിഞ്ഞ പോലെ അത് ആദ്യം വരുന്നത് ഈ മൊബൈലില്ല, പത്രത്തിലൊക്കെ പിറ്റേ ദിവസമല്ലേ വരത്തുള്ളൂ. തെറ്റ്. മൊബൈലിൽ വരും, പത്രത്തിൽ വരും, എല്ലാം വരും. പക്ഷേ ഈ വായനാശീലം എന്ന് പറയുന്നത് ഫോണിൽ കൂടെ കിട്ടുന്നതല്ല. അത് ഇതുപോലെ അക്ഷരങ്ങൾ വായിക്കണം, മനസ്സിലായോ? അത് മെനക്കെട്ടിരുന്ന് വായിക്കണം അമ്മ. ഇതാകുമ്പോ ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ മതി, ന്യൂസ് അപ്പത്തന്നെ കിട്ടും. അതന്നെ, നിനക്ക് ട്രോളും സ്ക്രോളും ഒക്കെ കണ്ടോണ്ട് അതേൽ ഇരുതാ മതി. അത് പറ, അതിന് പത്രത്തെ കുറ്റം പറയാതെ. ചോ കഷ്ടം. അച്ഛമ്മ വായിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്ക് ആ പത്രം ഒന്ന് തരാവോ? എന്തിനാ മോളെ? അല്ല, സാധാരണ എല്ലാരും പത്രം വായിക്കുന്നത് വാങ്ങിക്കാലല്ലേ? അതെ. ഇതേ ഇവക്ക് വല്ല ഫ്ലൈറ്റോ കപ്പലോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പത്രം കൊടുക്കമ്മ. അല്ല അച്ഛമ്മ, എനിക്ക് വായിക്കാനാ. കണ്ടുപിടിക്കും. വേണേ അണ്ണാ കാലയിലൊന്ന് തൊട്ട് നമസ്കരിച്ചു ഒരു ശിഷ്യത്വം സ്വീകരിക്ക്. കഷ്ടം. ആ കൊച്ചു കുഞ്ഞിനറിയാൻ നേരം വെളുത്ത് പത്രം ഒന്ന് വായിക്കണമെന്ന്. ആണ്ടിരിക്കുന്ന മക്കളെ ഞെക്കിക്കൊണ്ട് നേരം വെളുത്തിരിക്കുക. അയ്യോ നമ്മളെ എന്റെ പൊന്നുമോള് കൊണ്ടുപോയി വായിച്ചാട്ടെ. സ്കൂളിലെ സാറ് പറഞ്ഞ് എന്നും പത്രം വായിക്കണോന്ന്. മിടുക്കി. എന്റെ പൊന്നുമോള് പത്രം വായിക്കണം കേട്ടോ. പത്രം മാത്രമല്ല, നല്ല നല്ല പുസ്തകങ്ങൾ, അത് നോവലാവട്ടെ, ചെറുകഥയാവട്ടെ, യാത്രാ വിവരണങ്ങളാവട്ടെ, എന്റെ മക്കൾ അതെല്ലാം വായിക്കണം. എല്ലാ ദിവസവും പത്രം വായിച്ചെങ്കിലേ നമുക്ക് ഈ അക്ഷരങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം. മോള് കേട്ടിട്ടില്ലേ, വായനാശീലം അത് വളർത്തിയെടുക്കണം. ഞാനും പണ്ടൊക്കെ പത്രം വായിക്കുമായിരുന്നു. വായിക്കുമായിരുന്നു. എപ്പോഴാണ് എനിക്കറിയത്തില്ലേ, പത്രം വായിക്കുമായിരുന്നെന്ന്. ഞാൻ സ്കൂളിലെ ലൈബ്രറിയിലെ ബുക്ക് എല്ലാം വായിക്കും. ആണോ? അയ്യോ ദണ്ടിയിരിക്കുന്ന ചെറിയച്ഛനെ അങ്ങനെ ലൈബ്രറി അവിടെ ഉണ്ടാവോ പഠിച്ചെടുത്ത്? അത് എവിടാന്ന് പോലും അറിയാൻ വയ്യ. ആരേലും ഇത് കാണിച്ചു കൊടുക്കണല്ലേ, പോയി കണ്ടുപിടിക്കണ. അന്തസ്സായിട്ട് എവിടെങ്കിലും ചെല്ലുമ്പോ 10 വാചകം സംസാരിക്കണമെങ്കിലൊക്കെ വായനാശീലം വേണം. ഇല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ രണ്ട് ഇതുപോലെ അടിയാവും, ഇറങ്ങിപ്പോവും, തുള്ളും, ചാടും. അതൊക്കെ വിവരക്കേട് കൊണ്ടാ. അതാ അച്ഛമ്മ പറഞ്ഞത്. പൊന്നുമോള് വായിക്കണം കേട്ടോ. അയ്യോ നടക്കട്ടെ. അമ്മയ്ക്ക് അവളുടെ മുമ്പില് എന്നെ കളിയാക്കിയപ്പോ സമാധാനം കിട്ടിയോ? കിട്ടിയല്ലോ. അത് ഇനി അവസരം കിട്ടുമ്പോഴെല്ലാം അമ്മ പറയും. എന്നാലെങ്കിലും എന്റെ പൊന്നുമോനൊന്ന് നന്നാവട്ടെന്ന് വിചാരിച്ചില്ലയോ? അയ്യോ വലിയ ഉപകാരം. അതവിടെ ചേച്ചു പോയി. അതപ്പോ ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളു. അതില്ലാതെ ശ്വാസം മുട്ടത്തില്ലേ മക്കളെ? ചെല്ലെടുത്തോട്ട് പോ. ഓരോരുത്തന്മാര് പോത്ത് പോലെ മല പോലെ വളർന്നു നിൽക്കുന്നത്. പേപ്പർ വായിക്കൂല, ട്രോള് സ്ക്രോള് ഇത് തന്നെ. ജോലി ചെയ്ത് എന്റെ ഊപ്പാടും പരിവപ്പാടും വരുന്നു. എന്ത് ചെയ്യൂന്ന് പറ. ഇവിടെയൊക്കെ യുദ്ധങ്ങളും ആയല്ല. കഷ്ടമെന്ന് പറ. എന്തോന്ന് മുത്തുക്കിളി ഒറ്റയ്ക്ക് നിന്ന് പിറുപിറുക്കുന്നേ? 2 കിലോ നെല്ലിക്ക വാങ്ങട്ടാ? തളം വെക്കാനാണ്. അങ്ങനെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും വാങ്ങിക്കണം. അത് മുത്തുക്കിളിക്ക് വെച്ചിട്ടേ ബാക്കിയുള്ളവർക്ക് വെച്ചാൽ മതി. ആണാ? ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെടുകയാണല്ലോ എന്ന് വിചാരിച്ച് സഹായിക്കാന്ന് കരുതി വന്നതാണ്. സഹായിക്കണമെങ്കിൽ ഒരുപാട് സഹായിക്കാനുണ്ട്. സാമ്പാൻ അരിയണം, തോനരിയണം, ചായ ഉണ്ടാക്കണം, ചോറ് വെക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ചോദിക്കാൻ വന്നത് അബദ്ധായ. എന്തോ? രാവിലെ ദോശ ഉണ്ടാക്കി, പക്ഷെ കറി ഉണ്ടാക്കിയില്ല. കറി ഉണ്ടാക്കിയില്ലേ? ഇല്ല. കറി ഞാൻ ഉണ്ടാക്കാം. അത് വേണോ? അതിനെന്താ? മുത്തുക്കിളിക്ക് സഹായിക്കാനല്ലേ ഞാൻ വന്നേ. കറി ഉണ്ടാക്കുന്നതിൽ കുഴപ്പമില്ല. കറി എന്ത് കറിയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? നല്ല പനീർ വാങ്ങിച്ചില്ലേ? പനീറുണ്ട്. ഫ്രിഡ്ജിലിരിക്കില്ലേ? ആ പനീറും കടലയും കൂട്ടി ഒരു പിടി. പിടിക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അത് കഴിച്ചിട്ട് കൊച്ചമ്മേന്റെ കഴുത്തിന് പിടിക്കരുത്. അത് കഴിച്ചിട്ട് എന്നെ ഇന്ന് അമ്മയുണ്ടല്ലോ ജീവനോട് ഇരിക്കൂലെന്നാ? അതോ എന്തോന്ന് മുത്തോണ്ണ ഇങ്ങനെ തളർത്തരുത്. പിന്നെ എന്താണ്? അമ്മ എന്നെ അഭിനന്ദിക്കും. ഉറപ്പ് തന്നെ? എങ്കിൽ കുഴപ്പമില്ല. പിന്നെ ആവശ്യമുള്ള പൊടികൾ ഇരിപ്പുണ്ട്, അതിനകത്ത് വെച്ചിട്ടുണ്ട്. പൊടികളുടെ പേരിൽ മാറിപ്പോയിരിക്കാനായിട്ട് എല്ലാം പുറത്ത് ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ട്. പേരെഴുതി വെച്ചേക്കുന്നത് ആവശ്യം തിരിക്കുന്നത്. അപ്പൊ ഞാൻ കീറി കളയട്ടില്ല. എന്തായാലും എഴുതി വെച്ച സ്ഥിതിക്ക് അത് കീറി കളയുന്ന ഐശ്വര്യക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഒരു പിടി പിടിച്ചോണ്ട് നില്ല്. ഞാനേ സാമ്പാറും തോരനും മാത്രമേ ഉള്ളൂ, വേറെ കറിയൊന്നുമില്ല. കൊച്ചമ്മയ്ക്ക് എല്ലാം പിടിക്കില്ലല്ലോ. ഒരു കാര്യം, ഞാൻ ചെന്ന് പുറത്ത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം, അത് വാങ്ങിച്ചോണ്ട് വരാം. അപ്പോൾ കുഞ്ഞ് കറി ഉണ്ടാക്കി വെക്ക്. ഓക്കെ അല്ലേ? സെറ്റ്.
പനീറും കടലയും കൂട്ടി പൊടിക്കാന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെ ഇട്ടിട്ട് പൊടിക്കുന്ന ദൈവത്തിനറിയാം. കടൽ കൊള്ള മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് പദ്ധതി നടക്കാത്തതിലെ മോഹഭംഗമെന്ന് രമേശ് ചെന്നിത്തല. മിസ് വാരപ്പഴു പറ ഫോൺ മാനേജറേച്ച. കള്ളി, നീ മനഃപൂർവ്വം അമ്മയുടെ അടുത്ത് എനിക്ക് വഴക്ക് കിട്ടാൻ വേണ്ടിട്ടല്ല ആ സമയത്ത് കറക്റ്റ് വന്ന് പത്രം വായിച്ചത്. പോ ചെറിയച്ച, എനിക്ക് ചെറിയച്ചനെ വഴക്ക് വെപ്പിച്ചിട്ട് എന്ത് കിട്ടാനാ? നിനക്ക് മനസ്സും കിട്ടത്തില്ലേ? പോ ചെറിയച്ച. പിന്നെ മോളെ, ഒരു ചെറിയച്ഛൻ എന്ന രീതിയിൽ ഞാൻ നിനക്ക് ഒരു ഉപദേശം തരാം. അച്ഛമ്മ പറഞ്ഞ പോലെ ഏത് സമയം ഇത് വായിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവത്തില്ല. ഇടയ്ക്ക് പുറത്തോട്ടൊക്കെ ഇറങ്ങി കായികപരമായിട്ട് ഓട്ടം, ചാട്ടം അങ്ങനെയൊക്കെ പരിശീലിക്കണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഫുൾ ടൈം ഗ്രൗണ്ടിലായിരുന്നു. പിന്നെ നിന്റെ അച്ഛൻ പുള്ളി സ്കൂളിൽ പഠിക്കുന്നുണ്ടുള്ള കാര്യം പോലും അറിയത്തില്ല. പുള്ളി ഒരു പഠിപ്പിസ്റ്റാണെന്ന് എനിക്ക് അറിയാലോ. ഞാന് +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളില് നല്ല അത്യാവശ്യം ആക്റ്റീവായിട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു. നല്ല രീതിയിൽ ഫുൾ ടൈം ഗ്രൗണ്ടിൽ തന്നെ സൂപ്പർ സ്റ്റാർ എന്നുള്ള ലേവലിലായിരുന്നു ഞാൻ സ്കൂളിൽ കുട്ടികൾക്കിടയിൽ. ഓ, അപ്പൊ ചെറിയച്ചൻ സ്കൂളിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നല്ലേ? സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ഒരു കഥ പറയട്ടെ ഞാൻ. +2 പഠിക്കുന്ന സമയം ഞങ്ങളുടെ സ്കൂളിലെ ഗ്രൗണ്ടിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുക. ക്രിക്കറ്റ് ടൂർണമെന്റ് ഞാനും എന്റെ പിള്ളേരും അങ്ങ് രജിസ്റ്റർ ചെയ്തു. അന്ന് ആ മാച്ച് നടക്കുന്ന ഫൈനലിൽ അന്ന് ചേട്ടൻ എന്റെ കൂടെ എപ്പോഴും വരും, ഈ ബാറ്റ് തുടച്ചു തരാനും വെള്ളം തരാനും വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഫൈനൽസ് കളിക്കാൻ പോയപ്പോഴേക്കും ചേട്ടനെ ഞങ്ങൾ കളിക്കാൻ കൂടെ കൂട്ടി 11 ഓവറായിട്ട് ഇറക്കി. ഫൈനൽ നടക്കുന്നു, ഓപ്പോസിറ്റ് ടീം കളിക്കാൻ ഇറങ്ങി. അവര് കളിച്ചു 15 ഓവറിൽ 175 റൺസ് ഓപ്പോസിറ്റ് ടീം എടുത്തു. ഇപ്പുറത്ത് ഞങ്ങൾ ബാറ്റിംഗ് ഇറങ്ങുകയാണ്. അപ്പം ഞാനാണല്ലോ ക്യാപ്റ്റൻ, ഞാൻ ഓപ്പണിങ്ങിന് വേണ്ടി ഇറങ്ങി. കളി തുടങ്ങി. ഞാൻ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൂടെ ഇറങ്ങിയ ബാറ്റ്സ്മാൻമാരെല്ലാം വിക്കറ്റ് പോയി ഔട്ടായി കൊണ്ടിരിക്കുക. അങ്ങനെ ലാസ്റ്റത്തെ ബാറ്റ്സ്മാൻ ഇറങ്ങണമല്ലോ. 11 ഓവറായിട്ട് ചേട്ടനും ഇറങ്ങി. അപ്പം ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 2 ഓവറാണ് 30 റൺസും വേണം. ആദ്യത്തെ ആ ഓവറിൽ ചേട്ടൻ നിന്ന് തൊഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടം തൊഴ. ആ ഓവർ അങ്ങ് മെയ്ഡിനാക്കി കളയും. പിന്നെ ഉള്ളത് ലാസ്റ്റ് ഓവർ. ആ ഓവറിൽ വേണ്ടത് 30 റൺസ്. ഫസ്റ്റ് ബോൾ എന്റെ നേരെ വന്നപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഡിഫെൻഡ് ചെയ്ത ആ ബോളും ബോളർക്ക് തന്നെ കൊടുത്തു. പിന്നെ ഉള്ളത് 5 ബോൾ. ആ 5 ബോൾ ഉണ്ടല്ലോ, ഞാൻ പലയിടത്തോട്ട് 6. ആ കളി അങ്ങ് ജയിച്ചു. ഇപ്പോഴും ആ കഥ ഓർക്കുമ്പോ ഉണ്ടല്ലോ എന്ത് വികാരമാ. എന്റെ ആ സ്കൂള് വേണ്ട, എന്റെ ഗ്രൗണ്ട്, വാട്ട് എ നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യാം. ചെറിയച്ചൻ +2-ലില്ലേ എത്ര സബ്ജക്റ്റിന് പൊട്ടി? അതൊക്കെ ഇപ്പൊ എങ്ങനെ ഞാൻ ഓർക്കുന്നത്? ഓർമ്മയില്ലല്ലേ? എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, 3. അതാര് പറഞ്ഞു? അച്ഛൻ. പുള്ളി അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ചെറിയച്ചി ഇപ്പൊ പറഞ്ഞില്ലേ കഥ, അത് ഞാൻ മുന്നേയും കേട്ടിട്ടുണ്ടായിരുന്നു. അതാര് പറഞ്ഞു? അച്ഛൻ. പക്ഷെ അച്ഛൻ പറഞ്ഞപ്പോ ഈ കഥയിലെ ഹീറോ അച്ഛനായിരുന്നു. അതൊക്കെ പറഞ്ഞു തന്നായിരുന്നല്ലേ? പറഞ്ഞു തന്നു. അത് മാത്രമല്ല, ഫസ്റ്റ് ബാറ്റിന് തന്നെ ചെറിയച്ചൻ ഡക്കായി എന്നുള്ള കാര്യം പറഞ്ഞു തന്നു. അതും പറഞ്ഞു. അല്ല, എത്ര റൺസിനാ തോറ്റത്? ഞങ്ങള് മൊത്തത്തില് 15 റൺസ് ഓൾ ഔട്ട്. എന്റെ അച്ഛൻ 3 റൺസ് എടുത്ത് ഞാൻ ഡക്കും. എന്നാ പിന്നെ മോള് പത്രം വായിച്ചു, ഞാൻ മൊബൈല് തോണ്ട. നിന്റെ അടുത്ത കഥ പറയാൻ വന്ന എന്റെ കുപ്പിലിട്ടിടിച്ചാ മതിയല്ലോ. മതി. എന്തോ നായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അയ്യോ എന്റെ പൊന്നെ, ഛർദിക്കാൻ വരുന്ന എനിക്ക്. നീ ഒന്ന് കൂട്ടി നോക്കിക്കാൻ എന്റെ കുഞ്ഞെ. എന്തു കേട്ടത് ഇത്? കഴിഞ്ഞ കൊണ്ടത്തിൽ അമ്മ പറഞ്ഞു ശരിയാ, ഒരു സുഖമില്ല. എന്തൊക്കെ വാരിയിട്ട് നീയല്ലേ ഇത് ഉണ്ടാക്കി വെച്ചത്? ഞാനൊരു കാര്യം ഞാൻ പറയാം. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അതില്ല. അതാ നീ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. എന്തോ നിന്റെ സുഖടാ പെണ്ണ ഇതൊക്കെ കാണിക്കുന്നത്. എന്നോട് ആര് പറയാനത് കേറാന്? എനിക്കും വേണ്ട, ഞാൻ വല്ല ബ്രെഡും കഴിച്ചോളാം. അയ്യോ പാവ, കണ്ട കൊച്ചു കുഞ്ഞിന് പോലും വേണ്ട. നിനക്ക് നാളമില്ല ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കി വെക്കാൻ. അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഈ കറി ഉണ്ടാക്കിയത് ഞാനല്ല, പിന്നെ തൊണ്ണനാ. മുത്തുണ്ടാക്കിയ കറിയോ ഇത്? കൊള്ളാമല്ലോ. എന്നിട്ട് അവരോടെ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കാൻ. ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചാൽ അവന്റെ പാട്ടിന് മാർക്കറ്റിൽ സാധനം വാങ്ങിക്കാൻ പോയെന്ന്. ഇനി വരട്ടെ, ഞാൻ ചോദിച്ചോളാം. എനിക്ക് വേണ്ട ഈ കുന്തം.
ആ കഴിപ്പ് തുടങ്ങിയ രാവിലെ എങ്ങനുണ്ട്? അയ്യോ ഒരുപാടൊക്കെ കഴിച്ചു തുടങ്ങി. അങ്ങ് ദഹിക്കുമെന്നുള്ളതാ ഇപ്പൊ സംശയം. എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ കൊച്ചു കുഞ്ഞിനെ പോലും അത് തിന്നാൻ വയ്യ. അവൾക്ക് ബ്രെഡ് വേണം, എനിക്കിത് വേണ്ടാന്ന്. ദോശ എന്താ? ദോശയ്ക്ക് കുഴപ്പം? ദോശക്കല്ല, ഈ കറി എന്തോ കാണിച്ചത് എന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. ഛർദ്ദിക്കാൻ വരുന്ന എല്ലാവർക്കും. നീ മുത്തം ഉണ്ടാക്കി വെച്ചല്ലേ? നീ ഉണ്ടാക്കി വെച്ച് മാർക്കറ്റിലോട്ട് എഴുന്നള്ളി എന്ന് പറഞ്ഞല്ലോ. ഞാൻ തന്നെ കൊച്ചമ്മ കറി ഉണ്ടാക്കി. എന്ത് പറ്റി? കൊള്ളുവെങ്കിൽ പിന്നെ ഇത്ര കിടന്ന് ജലക്കണോ ഞാന്? നേരം വെളുത്ത് വല്ലതും ഒന്ന് കഴിക്കാൻ വന്നിരിക്കും. വായിക്ക് വെക്കാവുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കി തരാം. പിന്നെ എന്തിനാ നിങ്ങളെല്ലാരും കൂടി ഇവിടെ? എന്നെ അങ്ങ് വിട്ടാൽ എനിക്ക് വേണ്ട. എന്നാ നീ കൊണ്ടുപോ. ഞാൻ വേറെ കറി ഉണ്ടാക്കി തരാം കൊച്ചമ്മ. കൊഞ്ചല്ലേ മുത്തു, എനിക്ക് ഒരു കറിയും വേണ്ട, ഒരു കുന്തം വേണ്ട. നീ അത് എടുത്തോണ്ട് പോയിട്ട് ഇതെല്ലാം കൂടെ നീ കുടഞ്ഞിട്ട് എവിടെങ്കിലും പോയി അങ്ങ് മൊത്തം തിന്നോ. വേണം ഇവിടെ കൂട്ടിക്കോ. പോ കൊച്ചമ്മ. കഴിച്ചിട്ട് പോകണം കൊച്ചമ്മ. നേരം വെളുത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു വീട്. ഞാൻ വേറെ കറി ഉണ്ടാക്കി. എനിക്ക് വേണ്ട, എനിക്കൊരു ചായ നന്നായിരിക്കും. മോള് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട മുത്തോങ്കളെ. മുത്തങ്ങള് വേറെ ഉണ്ടാക്കി തരാം മക്കളെ. വേണ്ട, കുഴപ്പമില്ല. എവിടെ വെച്ചത് കാണാനില്ലല്ലോ. അവിടെയുമില്ല. എവിടെ പോയത്? അമ്മ, അമ്മ, അമ്മ. എന്തുവാടി? എന്റെ ഡ്രോയിങ് ബുക്ക് കണ്ടോന്ന്? ഡ്രോയിങ് ബുക്ക് ഞാനൊന്നും കണ്ടില്ല. നീ എവിടെയാണോ വെച്ച അവിടെ പോയി നോക്ക്. ഒന്ന് നോക്കിത്താ അമ്മ, പ്ലീസ്. പിങ്കി, ഇവിടെ എവിടെയെങ്കിലും കാണും. അമ്മ ഇവിടെ നാ നോക്കി, ഒന്ന് നോക്കിത്താ പ്ലീസ്. കുട്ടി ആ, ഇതാണല്ലോ എന്റെ ബുക്ക്. ഇതാണ് എന്റെ ബുക്ക്. ഇതായിരുന്നോ? ആ, ഇതാ. ഞാൻ രാവിലെ മുതലേ ശ്രദ്ധിക്കുന്നുണ്ട് അമ്മയുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷനും പേടിയും. എനിക്ക് എന്ത് ടെൻഷനാ? ചുമ്മാ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കാതെ. അമ്മ കറി കറി ഏത് കറി? ആ കറി വെച്ച ഞാനൊന്നുമല്ല, അത് മുത്തോണ്ണനാ വെച്ചത്. അല്ല, അതല്ല ഞാൻ ചോദിക്കാൻ വന്നത്. ഉച്ചക്ക് എന്താ സ്പെഷ്യൽ കറിന്ന്? അത് എന്നോട് ചോദിച്ചാ എനിക്ക് എങ്ങനെ അറിയാം? മുത്തോണ്ണനല്ലേ എല്ലാം ചെയ്യുന്നത്. ചുമ്മാ കറി, അതും എന്നോട്. നീ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നേ? ദേ, അമ്മമാരെ ഇങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല മക്കള്. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതാണ് ശാസ്ത്രം. അതേത് ശാസ്ത്രം? അങ്ങനെ ഒരു ശാസ്ത്രമുണ്ട്, മാതൃശാസ്ത്രം. ആ ശാസ്ത്രം ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. നീ കേട്ടിട്ടുണ്ടാവില്ല. അതിന്റെ 32ാമത്തെ പേജിൽ എഴുതിയിട്ടുണ്ട് അമ്മമാരെ മക്കൾ ഇങ്ങനെ തുറച്ചു നോക്കാൻ പാടില്ല എന്ന്. എന്തിനാ ചിരിച്ചേ? 33ാമത്തെ പേജിൽ എന്താ എഴുതിയിരിക്കണെന്നറിയോ? എന്താ? അമ്മമാരുടെ മുമ്പിൽ നിന്നും മക്കൾ ഇങ്ങനെ കളിയാക്കി ചിരിക്കാൻ പാടില്ല എന്ന്. ഷടാ, നോക്കാനും പാടില്ല, ചിരിക്കാനും പാടില്ല, ഒന്നും പാടില്ല. മക്കളായി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. എന്താ അമ്മ അത്? ഞാൻ ഡ്രോ ചെയ്യാനിപ്പോ. മോളെ, നീ അപ്പുറത്തെങ്ങാനും പോയിരുന്നു വരയ്ക്ക്. എനിക്ക് ഇവിടെ നിന്ന് കിടക്കണം. ഞാൻ ഇവിടെ നിന്ന് വരച്ച അമ്മയ്ക്ക് എന്താ പ്രശ്നം? അമ്മ അവിടെ കിടന്നോ? ഞാൻ ചിലപ്പോ കട്ടിലേക്ക് കിടന്ന് ഉരുളും. അപ്പൊ നിനക്ക് വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എഴുന്നേറ്റ് പോ. അമ്മ രാവിലെ തൊട്ടേ ഉരുളുവാണെന്ന് എനിക്ക് മനസ്സിലായി. കൊച്ചി ഒന്ന് എഴുന്നേറ്റ് പോയി തരുമോ? അയ്യോ, ഞാൻ പൊക്കോളാവേ. മുത്തുണ്ണ, സോറി മുത്തുണ്ണ. ഞാനേ അന്നേരത്തെ ഒരു ടെൻഷനിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാ മുത്തുണ്ണന്റെ പേര്. അമ്മ കിടന്ന് ചൂടാവുന്ന കണ്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയി. മുത്തുണ്ണിട്ട് പണി തരണമെന്ന് വിചാരിച്ചിട്ടേ അല്ല ഞാന്. എനിക്കറിയാം കുഞ്ഞിന്റെ അപ്പുറത്തെ മാനസികാവസ്ഥ കണ്ടപ്പോ എനിക്ക് തോന്നി ഞാൻ അത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിനത് പണിയാവോ. അത് വിട്, അത് കുഴപ്പമില്ല. മുത്തുണ്ണ, ആ സമയത്ത് ശരിക്കും പേടിച്ചു പോയതുകൊണ്ടാ. സോറി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അമ്മ ഇങ്ങനെ പ്രതികരിക്കുമെന്ന്. അതിന്റെ ആവശ്യമില്ല.
അതൊന്നും കുഴപ്പമില്ല, പോട്ടെ. ഞാനേ ആ ഞാൻ ചെന്ന് അമ്മയോട് പറയാം ഞാൻ ആ കറി വെച്ചെന്നുള്ളത്. എന്നിട്ട് എന്താണ് എന്നെ പറഞ്ഞ് ചെയ്ത മൊത്തം കുഞ്ഞിനെ പറയും, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും കാര്യമില്ല. കുഞ്ഞിനെ അറിയാമോ, ഞാനേ വളരെ വളരെ ചെറുപ്പത്തിലേ ഞാനിവിടെ വന്നു. ആ ചന്ദ്രാ സാർ എന്നെ കൊണ്ടുവരുന്ന സാർ ഇവിടെ കൊണ്ടുവന്ന് എന്നൊരു വേലക്കാരനായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്നൊരു ഇവിടത്തെ അംഗത്തെ പോലെ തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചന്ദ്രഹാസത്തിന്റെ എല്ലാ തളർച്ചയിലും വളർച്ചയിലും ഒക്കെ എന്നെ ഒരു ഭാഗമാക്കി അവർ കൂടെ നിർത്തിയിട്ടുണ്ട്. ഒരു വല്ലാത്തൊരു ആത്മബന്ധം. അത് ഞാൻ പലതവണ ഞാൻ കുഞ്ഞിൻ്റെ അടുത്തായിരുന്നാലും ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്തായിരുന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരു വല്ലാത്തൊരു ആത്മബന്ധം അമ്മയായിട്ടും. അതായത് എൻ്റെ അമ്മ എന്നെ വഴക്ക് പറയുന്നത് പോലെ ഞാൻ കൊച്ചമ്മ വഴക്ക് പറഞ്ഞതിനെ കരുതിയിട്ടുള്ളൂ. അല്ലാതെ അതിനെ ഒരു പ്രത്യേക ഒരു രീതിയോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ പറയുമ്പോ ഉണ്ടാവുന്ന വിഷമം എനിക്ക് മനസ്സിലാവും. എന്ത് വിഷമം? അതൊക്കെ നമുക്കൊരു സന്തോഷമുള്ള കാര്യമില്ലേ? എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൊച്ചമ്മയിലെ വഴക്ക് പറഞ്ഞു, വേറെ ആരുമില്ല വഴക്ക് പറഞ്ഞു. സത്യം പറഞ്ഞ മുത്തോടെ ഇറങ്ങി പോകുന്ന വരെ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ മുത്തു ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ മുത്തു ചാവണം. അഥവാ ചത്താലും മുത്തുവിന്റെ ആത്മാവ് ഇങ്ങനെ ഇവിടെ തന്നെ കറങ്ങി കിടക്കും. അതാണ് കേട്ടോ. അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ കൊച്ചമ്മയാണ് എന്നെ വഴക്ക് പറയുന്നത്, അത് ഞാനും കൊച്ചമ്മയായിട്ടുള്ള എടുത്ത്. അതിൽ കുഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അങ്ങ് വിട്ടേ. മുത്തോണം വല്ലതും കഴിച്ചോ? നല്ല വിശപ്പുണ്ടായിരുന്നു, സത്യം. നല്ല വിശപ്പോഴാണ് വന്നത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ ഉള്ള വിശപ്പം കെട്ടു. എന്നാലേ എനിക്ക് ഞാൻ വിളമ്പിത്തരാം. ആഹാ, നന്ദി പ്രകടനമാണോ? അതൊന്നും അല്ല, ഞാൻ വിളമ്പിത്തരാം. ഞാൻ ഇന്ന് ആഹാരം വിളമ്പിത്തരാം, മുത്തോണം കഴിയും. അതെ, നന്ദി പ്രകടനം ഉണ്ടെങ്കിൽ എനിക്ക് വേറെയൊക്കെ ചെലവുകളൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പ്രശോഭേട്ടനോട് പറഞ്ഞൊരു പുതിയ ഷർട്ടും മുണ്ടും വാങ്ങിച്ചു തരും. അതൊന്നും വേണ്ട. എടുക്കട്ടെ? എടുക്ക്. പക്ഷെ കുഞ്ഞ് പറയുന്നുണ്ടെന്ന് തോന്നുന്നത് കറി വേണ്ട. കൊള്ളൂല്ലേ? കൊള്ളില്ല. ശരി, ചമ്മന്തി ഉണ്ടാക്കിയതില്ലേ, ഓ അതെടുക്കാം. ഓ അച്ഛമ്മ എന്തുവാ മോളെ, എപ്പോ ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുത്ത് അപ്പൊ എന്റെ മോൾ എന്തെങ്കിലും പറഞ്ഞ് വിളിക്കും. പറ, എന്തുവാ? ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. ഇനി അച്ഛമ്മ വായിച്ചോ. കാര്യം എന്തുവാ, പറ. കുഴപ്പമില്ല, ഞാൻ പിന്നെ പറഞ്ഞോളാം. അത് ശരി. പുസ്തകം വായിക്കുന്നത് നിർത്തി വെച്ച് കാര്യം എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ വേണമെങ്കിയോ? കാര്യം പറയടാ. ഞാൻ പറയാം. അച്ഛമ്മ, ഇന്ന് രാവിലത്തെ കാര്യമില്ലേ, അതിനെപ്പറ്റി അച്ഛമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇന്ന് രാവിലെ എന്ത് കാര്യം? അച്ഛമ്മ, മുത്തോങ്കൾ ഒരു കറി ഉണ്ടാക്കിയില്ലേ? അതൊക്കെ അറിവ് വായിക്ക് വയ്ക്കാൻ കൊള്ളത്തില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛമ്മ ചെയ്ത് വിളിച്ചു അത്ര തന്നെ. എന്നാ അത് മുത്തോങ്കളല്ല ഉണ്ടാക്കിയത്. പിന്നെ ആരാ ഉണ്ടാക്കിയേ? അമ്മ. അച്ഛമ്മ അത് ഉണ്ടാക്കിയത്. അത് മോക്ക് എങ്ങനെ മനസ്സിലായി? അച്ഛമ്മ, നിരീക്ഷണം. ഒരു നല്ല കുറ്റാന്വേഷകൻ ഒരു നല്ല നിരീക്ഷകനായിരിക്കണം, അല്ലേ? നിങ്ങളെ സ്കൂൾ ലൈബ്രറിയിലെ അച്ഛമ്മ ഷെർലക് ഹോംസിന്റെ ബുക്സ് ഉണ്ട്. അല്ല, ഇതിപ്പോ ലക്ഷ്മിയാ ചെയ്തതെന്ന് മോക്ക് തോന്നാനുള്ള കാരണം എന്തുവാ? സിമ്പിൾ. അമ്മേരെ മുഖത്തെ പേടി തന്നെ. അച്ഛമ്മ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പം അമ്മേരെ മുഖത്ത് പേടിയും ടെൻഷനും എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആ സമയം അച്ഛമ്മ മുത്തോങ്കലിനെ വഴക്ക് പറഞ്ഞില്ലേ? അപ്പൊ അമ്മയുടെ മുഖത്ത് സഹതാപമായി. കുറ്റം ചെയ്യുന്ന ആളില്ലേ അച്ഛമ്മ, അത് മറയ്ക്കാൻ നോക്കുന്ന ആ പേടിയാണ് ഞാൻ അമ്മേരെ മുഖത്ത് കണ്ടത്. ശരിക്കും സംശയം ഉണ്ടെങ്കിലേ അച്ഛമ്മ അമ്മയൊന്ന് നിരീക്ഷിച്ചു നോക്ക്. എന്റെ പൊന്നുമോക്ക് തോന്നിയ ബുദ്ധി അച്ഛമ്മയ്ക്ക് തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അച്ഛമ്മയുണ്ടോ ഇതൊക്കെ വിചാരിക്കുന്നു? ഒരു കാര്യമില്ലാതൊരു കള്ളം പറഞ്ഞ് ആ പാവം പിടിച്ച മുത്തൂരിന്റെ വായിരിക്കുന്ന വഴക്ക് മുഴുവൻ കേൾപ്പിച്ചവള്. പാവം മുത്തോങ്കൾ. എന്റെ മോള് കണ്ടുപിടിച്ചത് നന്നായി. അച്ഛമ്മ ചോദിക്കാം കേട്ടോ. ശരി അച്ഛമ്മ. പാവം മുത്തു.
മനഃപൂർവ്വം ചെയ്തതല്ല. അന്നേരം അമ്മ അത്രയും കിടന്ന് ദേഷ്യപ്പെടുന്ന കണ്ടപ്പോ എന്റെ പേടി കൊണ്ട് അറിയാതെ എന്റെ വായിൽ വീണു പോയതാ മുത്തണ്ണന്റെ പേര്. പക്ഷെ അതിങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ലക്ഷ്മി, ഈ സത്യം പറയുകയും കള്ളം പറയുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു സത്യം പറയുമ്പം നമ്മുടെ മനസ്സും ശുദ്ധമാവും. അത് സത്യസന്ധമായിട്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളൊരു സമാധാനം നമുക്ക് എപ്പോഴും കിട്ടും. അത് അവിടെ തീർന്നു കാര്യം. പക്ഷേ ഒരു കള്ളം പറഞ്ഞാലുണ്ടല്ലോ, ഒരുപാട് ദിവസം നമ്മൾ ആ ഭാരം ചുമക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് മറ്റുള്ളവർ അറിയുമോ, എന്തെങ്കിലും സത്യം പുറത്തു വരുമോ? അതുകൊണ്ട് എൻ്റെ പൊന്നു കുഞ്ഞെ, ഈ സത്യം വിളിച്ച് പറയണമെങ്കിലേ അതിനൊരു പ്രത്യേക ധൈര്യം വേണം. എന്തെങ്കിലേ അതിന് സാധിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അമ്മ മുത്തുണ്ണനോട് ഞാൻ അമ്മയോട് വന്ന എല്ലാ കാര്യങ്ങളും പറയാന്ന്. എന്നിട്ട് പക്ഷെ സമ്മതിച്ചില്ല. എന്തുകൊണ്ടാ സമ്മതിക്കാത്തത് നിനക്കറിയാമോ? അവന്റെ രീതി അതാ, അവന്റെ സ്വഭാവം അതാ. അവനെ വഴക്ക് പറഞ്ഞാൽ പോലും നമ്മളൊക്കെ തമ്മിൽ വഴക്കിടരുത്, ആ ഒരു നല്ല വിചാരമാ അവന്. പിന്നെ ഒരു കാര്യം മോളെ, നിങ്ങൾ വിചാരിക്കുന്നതല്ലേ ചന്ദ്രഹാസത്തിൽ വന്നു കയറിയ സാധാരണ ഒരു ജോലിക്കാരനല്ല എൻ്റെ മുത്തു. നിനക്കറിയില്ല, എൻ്റെ ചന്ദ്രേട്ടൻ്റെ കൈയും പിടിച്ച് മുത്തു ഇവിടെ വന്ന് കയറുമ്പോ എൻ്റെ ലക്ഷ്മി, മുത്തു എനിക്ക് എൻ്റെ മൂത്ത മകനെ പോലെ. അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാവത്തില്ല. മുത്തുവിൻ വിഷമിക്കുന്നതും മുത്തുവിനെ വിഷമിപ്പിക്കുന്നതും രണ്ടും എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. ഞാനും അറിയാതൊരു തെറ്റ് ചെയ്ത് പോയി. പോട്ടെ, ഏതായാലും ഇനിയെങ്കിലും കുറച്ചുകൂടെ നോക്കിയും കണ്ടും കാര്യങ്ങൾ സത്യസന്ധമായിട്ട് ഉൾക്കൊള്ളാൻ നീ മനസ്സിലാക്കണം. പാവം മുത്തു, അവനെന്ത് വിചാരിക്കുമോ എന്തോ. അല്ല, അവന്റെ രീതി അതാ, അവന്റെ മനസ്സിന്റെ നന്മയെ അങ്ങനെ. ദൈവം കൂടെ നിൽക്കും അവന്റെ. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.